നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന വിഷയം ബാങ്കിനും ഇഖാമത്തിനും മുമ്പ് നമുക്ക് വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള പല പള്ളികളിലും നമുക്ക് കാണാറുണ്ട്. അതും ഷാഫി മദ്ഹബിന്റെ പേരാണ് ചെയ്യുന്നത്. ഇങ്ങനെ പലതും ഷാഫി മദ്ഹബിന്റെ പേരും പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. നാം പരിശോധിക്കുകയാണെങ്കിൽ ഷാഫി മദ്ഹബുമായി ബന്ധമുണ്ടാവുകയില്ല. സഹോദരന്മാർ, ഇവിടെ നിങ്ങൾ കാണുന്നത് ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണല്ലോ ഇബ്നു ഹജർ ഹൈതമി. ഇബ്നു ഹജർ ഹൈതമിയുടെ അൽ ഫതാവൽ കുബ്ര എന്ന കിതാബിന്റെ 1-ാം വാള്യം 189 അതിനുശേഷമുള്ള പേജുകളാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ചോദ്യം വന്നിട്ടുള്ളത്, ഇബ്നു ഹജർ ഹൈതമി ചോദിക്കപ്പെട്ടു, അതായത് ബാങ്കിന് മുമ്പ് ബാങ്കിന് ശേഷം പോലെ തന്നെ ബാങ്കിന് മുമ്പ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണോ? വഹലി സ്വലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്നൂനത്തുൻ ഖബ്ല അൽ അദാനി കമാ ഹിയ ബഅദഹു ഔ ലാ വഹലി ഇഖാമത്തു കൽ അദാനി ഫി സന്നിഹ ഔ ലാ. അതേപോലെ ഇഖാമത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണോ? ഇഖാമത്തിന് മുമ്പ് ഒരു സ്വലാത്ത് ഉണ്ടോ? പിന്നെ ബാങ്കിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന സുന്നത്താണോ? അപ്പോൾ അത് ശരിക്ക് തടുക്കപ്പെടേണ്ടതാണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം 191-ാമത്തെ പേജിൽ ദീർഘമായ ചോദ്യമാണ്, ദീർഘമായ ഉത്തരവുമാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വലം നറ ഫീ ശൈഇൻ മിൻഹാ അത്തഅറുദ ലിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൽ അദാനി വലാ ഇലാ മുഹമ്മദ് റസൂലുള്ളാഹി ബഅദഹു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചെല്ലുക എന്ന് ഒരു ഹദീസിലും നാം കണ്ടിട്ടില്ല. അതായത് പ്രമാണങ്ങളിൽ അങ്ങനെ കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതേപോലെ ബാങ്കിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നു പ്രമാണങ്ങളിൽ വന്നിട്ടില്ല. വലം നറ അയ്ദൻ ഫീ കലാമി അഇമ്മത്തിനാ തഅറുദ ലിദാലിക അയ്ദ. നമ്മുടെ ഇമാമിയങ്ങളുടെ ഇബാദത്തുകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇബ്നു ഹജർ ഹൈതമി. ഇപ്പോൾ ഷാഫിഈ മദ്ഹബിൽ സഹോദരന്മാരെ ബാങ്കിനും ഇഖാമത്തിനും മുമ്പ് സ്വലാത്ത് ചൊല്ലുക എന്ന സംഗതി ഷാഫിഈ മദ്ഹബിൽ ഇല്ലാത്തതാണ്. അത് പിന്നീട് വന്നതാണ്. ഷാഫി മദ്ഹബിന്റെ പേരും പറഞ്ഞ ചില ആൾക്കാർ തെറ്റിദ്ധാരണയുടെ മൂലം അങ്ങനെ പ്രചരിപ്പിച്ചു എന്നല്ലാതെ ഷാഫിഈ മദ്ഹബിൽ ആ വിഷയത്തിൽ യാതൊരു പ്രമാണവും അതിന് രേഖപ്പെടുത്തിയിട്ടില്ല. ഫഹീന ഇബ്നു ഇബ്നു ഹജർ പറയുന്നു, കുല്ലു വാഹിദ് മിൻ ഹാദൈ ലൈസ ബിസുന്നതി ഫി മഹല്ലി മദ്കൂർ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആ പറഞ്ഞ സന്ദർഭത്തിൽ അപ്രകാരം ചൊല്ലുന്നത് അത് ശരിക്കും സുന്നത്തേ അല്ല എന്ന്. ഫമൻ അതാ ബിവാഹിദ് മിൻഹുമാ ഫി ദാലിക മുഅ്തഖിദൻ സുന്നിയതഹു ഫി ദാലിക അൽ മഖ്സൂസി നുഹിയ അൻഹു വമുനിഅ മിൻഹു. ഇനി വല്ലവനും അത് സുന്നത്താണെന്ന് കരുതി ആ സന്ദർഭത്തിൽ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാലോ അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാലോ അവൻ തടുക്കപ്പെടേണ്ടതാണ്, അവൻ എതിർക്കപ്പെടേണ്ടതാകുന്നു. കാരണം എന്താണ്? അന്നഹു തശ്രീഉൻ ബിഗൈരി ദലീൽ. ദലീലില്ലാതെ അവൻ പുതിയ നിയമം കൊണ്ടുവന്നു. അതന്നെയാണ് കാരണം. തെളിവില്ലാതെ അവൻ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. വമൻ ശറഅ ബിലാ ദലീലിൻ യുസ്ജറു അൻ ദാലിക വയുൻഹാ അൻഹു. തെളിവില്ലാതെ വല്ലവനും പുതിയ നിയമം കൊണ്ടുവന്നാൽ അവൻ തടുക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ് ഇബ്നു ഹജർ ഹൈതമി. സഹോദരന്മാരെ, ഇങ്ങനെ ഓരോ വിഷയവും നാം പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ നാം വിജയിക്കും, പ്രമാണങ്ങളിലേക്ക് മടങ്ങും. ഇങ്ങനെ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞ പോലെ തന്നെ ദലീലില്ലാതെ വല്ലവനും പുതിയ നിയമം ദീനിൽ കൊണ്ടുവന്നാൽ അവൻ തടുക്കപ്പെടേണ്ടതാണ്, അവൻ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. യുസ്ജറു അൻ ദാലിക വയുൻഹാ അൻഹു. ഇങ്ങനെ ഓരോ വിഷയത്തിൽ നാം ഈ ഒരു ഖാഇദ നടപ്പിലാക്കിയാലോ എത്രമാത്രം നാം സുന്നത്തുമായി യോജിച്ചു പോകും, എത്രമാത്രം ബിദ്അത്തുകളിൽ നാം അകന്നു പോകും. നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക, നാം പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.